എന്ന വികാരം നമ്മുടെ സിരകളിൽ എത്രത്തോളം ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. ഫുട്ബോൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കായിക വിനോദമാണ് ക്രിക്കറ്റ്. എന്നാൽ ഒരു ഞെട്ടിക്കുന്ന സത്യം എന്താണെന്ന് അറിയുമോ? ലോകത്തുള്ള ക്രിക്കറ്റ് ആരാധകരിൽ 2/3 ഇന്ത്യക്കാരാണ്. അതായത് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ക്രിക്കറ്റ് എന്നാൽ എന്താണെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫുട്ബോൾ വേൾഡ് കപ്പിൽ 200-ൽ അധികം രാജ്യങ്ങൾ മത്സരിക്കുമ്പോൾ ക്രിക്കറ്റിൽ അത് വെറും വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ക്രിക്കറ്റ് ഇത്രയധികം പരിമിതപ്പെട്ടു പോയത്? ഇതിന്റെ പിന്നിലെ അധികാര രാഷ്ട്രീയത്തെക്കുറിച്ചും പണത്തിന്റെ സ്വാധീനത്തെക്കുറിച്ചും നോക്കാം. നമ്മുടെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് മുൻ ഇംഗ്ലീഷ് ക്രിക്കറ്റ് പീറ്റർ റീബക് പറഞ്ഞ ഒരു കഥയുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഡൽഹിയിലേക്കുള്ള യാത്രയിലായിരുന്നു. സച്ചിൻ 98 റൺസിൽ നിൽക്കുമ്പോൾ ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടു. പവലിയനിലെ റെയിൽവേ ഉദ്യോഗസ്ഥരും യാത്രക്കാരും സച്ചിന്റെ സെഞ്ചുറിക്കായി കാത്തുനിന്നു. സച്ചിൻ സെഞ്ചുറി അടിച്ചതിനു ശേഷം മാത്രമാണ് ആ ട്രെയിൻ യാത്ര തുടർന്നത്. ഇന്ത്യയിൽ സമയത്തെ പോലും നിശ്ചലമാക്കാൻ സച്ചിന് സാധിക്കുമെന്ന് അദ്ദേഹം എഴുതി. ഇതാണ് ഇന്ത്യക്കാർക്ക് ക്രിക്കറ്റിനോടുള്ള ലഹരി. എന്നാൽ 40 വർഷങ്ങൾക്ക് മുൻപ് അവസ്ഥ ഇതല്ലായിരുന്നു. അണ്ടർ ഡെവലപ്ഡ് എന്ന മുദ്ര കുത്തപ്പെട്ട ഇന്ത്യക്ക് വേൾഡ് കപ്പിന് യോഗ്യതയില്ലെന്ന് പല രാജ്യങ്ങളും പറഞ്ഞിരുന്ന കാലമായിരുന്നു അത്. ഈ മനോഭാവത്തെ മാറ്റിമറിച്ചത് 1983-ലെ ലോകകപ്പ് വിജയമാണ്. എന്നാൽ ആ വിജയത്തിന് പിന്നിൽ അധികമാരും അറിയാത്ത മറ്റൊരു വാശിയുടെ കഥയുണ്ട്. അന്നത്തെ BCCI പ്രസിഡന്റ് NKP സാൽവേക്ക് ഫൈനൽ കാണാൻ 2 ടിക്കറ്റ് വേണമായിരുന്നു. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിനോട് ടിക്കറ്റ് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ടിക്കറ്റ് തീർന്നു എന്നായിരുന്നു. ഫൈനൽ കളിക്കുന്ന രാജ്യത്തിന്റെ ബോർഡ് പ്രസിഡന്റിനോടാണ് ഇംഗ്ലണ്ട് ഇങ്ങനെ പെരുമാറിയത്. ക്രിക്കറ്റ് ഇംഗ്ലണ്ട് മാത്രം അവകാശപ്പെട്ടതല്ലെന്നും ഇന്ത്യക്കും ഇതിൽ വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം അന്നേ തീരുമാനിച്ചു. ഇന്ത്യ ലോകകപ്പ് ജയിച്ചതോടെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. സ്വന്തമായി ഒരു വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുവാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് BCCI തങ്ങളുടെ അധികാരം വ്യാപിപ്പിക്കുവാൻ തുടങ്ങി. പാകിസ്ഥാനും ശ്രീലങ്കയുമായി ചേർന്ന് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ രൂപീകരിച്ചു. ICCയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഏഷ്യ കപ്പ് ആരംഭിച്ചു. 1987-ൽ ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന് ലോകകപ്പ് സംഘടിപ്പിച്ചു. ഇതോടെ ക്രിക്കറ്റ് എന്നത് വെറുമൊരു കളി എന്നതിലുപരി വലിയൊരു വരുമാന സ്രോതസ്സായി മാറി. ദൂരദർശനിൽ നിന്ന് മാറി പ്രൈവറ്റ് കമ്പനികൾക്ക് ബ്രോഡ്കാസ്റ്റിംഗ് അവകാശം നൽകിയതോടെ BCCI പണം കൊയ്യുന്ന യന്ത്രമായി മാറി. കളിക്കാർക്ക് ശമ്പളം നൽകാൻ പോലും ബുദ്ധിമുട്ടിരുന്ന കാലത്ത് നിന്ന് ഓരോ മാച്ചിനും ലക്ഷങ്ങൾ പ്രതിഫലം നൽകുന്ന നിലയിലേക്ക് BCCI വളർന്നു. എന്നാൽ ഈ വളർച്ചയോടൊപ്പം ചില കുതന്ത്രങ്ങളും അരങ്ങേറി. അധികാരത്തിനായി ICC ചെയർമാൻ സ്ഥാനത്തേക്ക് ഒരു ഇന്ത്യക്കാരനെ എത്തിക്കാൻ BCCI കരുനീക്കങ്ങൾ നടത്തി. വോട്ടെടുപ്പിനെത്തുന്ന പ്രതിനിധികൾക്ക് സൗജന്യ താമസവും വിമാന ടിക്കറ്റും നൽകി സ്വാധീനിച്ച ജഗ്മോഹൻ ഡാൽമിയെ ICC ചെയർമാനാക്കി. ഇതോടെ ലോക ക്രിക്കറ്റ് തന്നെ ഇന്ത്യയുടെ കൈപ്പിടിയിലായി. തങ്ങളെ എതിർക്കുന്ന രാജ്യങ്ങളെയും വ്യക്തികളെയും ഭീഷണിപ്പെടുത്തിയും ഫണ്ട് വെട്ടിക്കുറച്ചും ഇന്ത്യ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു. ടിമ്മയെ പോലുള്ളവർ ഇതിനെതിരെ രംഗത്ത് വന്നെങ്കിലും BCCI അവരെ തന്ത്രപരമായി പുറത്താക്കി. ക്രിക്കറ്റിന്റെ ലാഭം മുഴുവൻ ഇന്ത്യ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ എന്നീ ബിഗ് 3 രാജ്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നാം പിന്നീട് കണ്ടത്. ICCക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ജനങ്ങൾ കാരണമാണെന്ന വാദം ഉന്നയിച്ച് ലാഭത്തിന്റെ പകുതിയിലധികവും ഈ 3 രാജ്യങ്ങൾ കൈക്കലാക്കി. ഇത് അർജന്റീനയും ബ്രസീലും പോലുള്ള രാജ്യങ്ങളിൽ ക്രിക്കറ്റ് വളരുന്നതിന് തടസ്സമായി. വെസ്റ്റ് ഇൻഡീസിനെ പോലെയുള്ള പ്രഗത്ഭ ടീമുകൾ പോലും ഫണ്ടില്ലാതെ തകരുന്നത് നാം കണ്ടു. വരുമാന ലക്ഷ്യം വെച്ച് ICCയുടെ നിയമങ്ങളിൽ പോലും BCCI മാറ്റങ്ങൾ വരുത്തി. ഇന്ന് ക്രിക്കറ്റ് എന്നത് വെറും ഒരു കായിക വിനോദമല്ല, മറിച്ച് പണത്തിന്റെയും അധികാരത്തിന്റെയും ഒരു രാഷ്ട്രീയ ആയുധം കൂടിയാണ്. പൊളിറ്റീഷ്യൻസ് ക്രിക്കറ്റ് ബോർഡുകൾ ഭരിക്കുന്ന കാഴ്ചയാണിപ്പോൾ. ഇന്ത്യയിൽ ഒരു ഗെയിം എത്രത്തോളം ജനസ്വാധീനം നേടുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നവർക്ക് രാജ്യത്തെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് അവർക്കറിയാം. 1983-ൽ നിഷേധിക്കപ്പെട്ട 2 ടിക്കറ്റുകളിൽ നിന്ന് തുടങ്ങിയ ഈ യാത്ര ഇന്ന് ലോക ക്രിക്കറ്റിനെ തന്നെ നിയന്ത്രിക്കുന്ന ഇന്ത്യ എന്ന മഹാശക്തിയിലായി നിൽക്കുകയാണ്. എങ്കിലും കളി ജയിക്കുന്നതിനോടൊപ്പം ആ ഗെയിമിന്റെ ആഗോള തലത്തിലുള്ള വളർച്ചയെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ക്രിക്കറ്റ് ഒരു വൻമതിലിനുള്ളിൽ ഒതുങ്ങാതെ ലോകം മുഴുവൻ പടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.